ഹെഡ് കോൺസ്റ്റബിൾ വാസ്തവൻ. നിർത്തണ ലോറി. നിർത്താൻ. എടാ നിർത്താനാ പറഞ്ഞത്. അയ്യോ എന്നെ കൊന്നേ. അയ്യോ ചിന്നിക്കുട്ടി, എന്താ ഇത്? ഇതുപോലെ എന്റെ അച്ഛനെ പണ്ടാ ലോറിക്കാര് കൊന്നത്. ആ ലോറിയിൽ എന്തായിരുന്നെന്ന് അറിയോ? സ്പിരിറ്റ്. അതെന്താ? ആ എനിക്കും അറിയില്ല. ഇനി എന്റെ മാമൻ SI ആയിട്ട് വേണം എന്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ. ഹായ്, മാമ വന്നല്ലോ. എനിക്ക് ഉടുപ്പ് ഉണ്ടെന്നോ? ഉടുപ്പ് മാമ മേടിച്ചതാ, പക്ഷെ കട വെച്ച് മറന്നുപോയി. മറന്നു പോയെങ്കിൽ അങ്ങോട്ട് പോയി എടുത്താലെന്താ? അത് പിന്നെ ഇവിടെ വന്നപ്പോഴാ ഓർത്തത്. മാമ നാളെ പോയി എടുത്തോണ്ട് വരാം. ചുമ്മാതാ. ഇപ്പൊ ചിന്നുള്ളു പറഞ്ഞ ഒന്നും ഓർക്കയില്ല. വേണ്ട, ഞാൻ പിണക്കുവാ. അയ്യേ, പിണങ്ങാതെ. സത്യമായിട്ട് മാമൻ ഉടുപ്പ് മേടിച്ചതാ, പക്ഷെ കേറിപ്പോയി. കള്ള. എല്ലാരും കള്ളം പറയാ. ദേ നോക്കിയേ. അയ്യോ, നല്ല ഉടുപ്പായിരുന്നല്ലോ. ഇതെങ്ങനെ കീറി? 6 മാസം പുറകെ നടന്ന് പറഞ്ഞിട്ടാ ഒരു ഉടുപ്പ് വെച്ചുന്നത്. അതും കീറുടുപ്പ്. അങ്ങോട്ട് ചെല്ലേ, ഇപ്പോട്ട് വാദിക്കാൻ. പോയ കാര്യം എന്തായി സജീവ? അത് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഈ ആഴ്ച തന്നെ അയക്കാമെന്നാ പറഞ്ഞത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് പോലും എന്റെ മക്കള് കള്ളം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബാലൻ എന്നോടെല്ലാം പറഞ്ഞു. കമ്മീഷണർ മുകുന്ദൻ എന്നോടുള്ള പക തീർന്നിട്ടില്ലല്ലേ? ഞാൻ അയാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു, സത്യത്തിന് വേണ്ടി നിന്നു, അത്രമാത്രം. അതിനുള്ള ശിക്ഷ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ മകനോടും പക തീർത്തയാൾ അടങ്ങുമെന്ന് വെച്ചാല്. അമ്മൂമ്മേ, എങ്ങനെയുണ്ട് എന്റെ പുതിയ ഉടുപ്പ്? എന്റെ മോളുടെ ഉടുപ്പ് കയറിയ ദ്രോഹിയുടെ കൈ ഞാൻ വെട്ടിയെടുത്തേനെ. ക്ഷമിക്കും മോനെ, ഭൂമിയോളം ക്ഷമിക്കുക. നീ SI ആയി യൂണിഫോം ഇട്ട് വന്ന് എന്നെ സല്യൂട്ട് ചെയ്യുന്നത് സ്വപ്നം കണ്ട് കഴിയാണ് ഞാൻ. അത് നേരിൽ കണ്ടിട്ട് വേണം അച്ഛന് മരിക്കാൻ. ചിക്കൻ മേടിക്കാൻ, മട്ടൻ മേടിക്കാന്നൊക്കെ പറഞ്ഞു വരും. എന്നിട്ട് മേടിക്കുന്നതോ ബീൻസും ഉണക്കമുനിക്കും. മാമ മോക്ക് നാളെ ചിക്കൻ മേടിച്ചു തരാം. പോരെ? എന്ത് പറഞ്ഞാലും ലോട്ടറിക്കാരെ പോലെ നാളെ നാളെ നാളെ. ഈ മാമന്റെ ഒരു കാര്യം. പിണങ്ങാതെ. ഇയാള് ജീവിക്കാനും നീ എന്തിനാ ഓടണേ? ഞാൻ പേടിച്ചു പോയല്ലോ. അത് പിന്നെ പതിവാണല്ലോ. ആ പിശാചാണെന്ന് വിചാരിച്ചിട്ടാ ഓടിയത്. ഓ, കമ്മീഷണർ മുകുന്ദൻ. അയാൾ ഇന്നലെ എടുത്തിട്ട് ചാമ്പിയല്ലേ? എന്ത് ചെയ്യാനാ സാറേ? വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അയക്കും വരെ ഞാനിതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഈ കമ്മീഷണർക്ക് എന്തിന്റെ കെടുതിയാണെന്ന് മനസ്സിലാത്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് DVSP ആണ് അതോറിറ്റി. അയാൾ ലീവ് ആയതുകൊണ്ട് ചാർജ് എനിക്കാ. ഞാനത് ഒപ്പിട്ട് അയക്കാൻ തുടങ്ങിയപ്പോഴല്ലേ മൂന്നര അത് പിടിച്ച് മേടിച്ചോണ്ട് പോയത്. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അവൻ വിവരം അറിഞ്ഞേനെ. നീ ആള് കൊള്ളാവല്ലോടി. മോനെ സജീവേ, പ്രായവും പ്രാരാബ്ദവും ഒക്കെ ആയി വന്നതിന് ശേഷം പൊതുവെ എനിക്ക് എല്ലാത്തിനും ഒരു പേടിയാ. അതുകൊണ്ടല്ലേടാ സൂത്രത്തിൽ ഞാൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ കൂടിയേക്കണത്. എന്റെ ജോലി എങ്ങനെയെങ്കിലും കിട്ടാതാക്കണം, അത് തന്നെ അയാളുടെ ഉദ്ദേശം. നിനക്കറിയാവോ, നിന്റെ പേരിൽ അയാൾ 4-5 നോൺ ബെയിലബിൾ കേസ് ചാർജ് ചെയ്യാൻ പോവാ. അയാൾക്ക് എന്തു ആവാലോ. മൂത്ത അമ്മാവൻ മുൻ മുഖ്യമന്ത്രി, മറ്റൊരമ്മാവൻ ആസാം ഗവർണർ, അനിയൻ വ്യവസായ മന്ത്രി, പിന്നീട് ഒരുത്തൻ കേരളം മുഴുവനും ഭരിക്കുന്ന അബ്കാരി കോൺട്രാക്ടർ. കട്ടും കൊന്നും പിടിച്ചു പറിച്ചും കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും 100 രൂപയുടെ കൈക്കൂലിക്ക് വേണ്ടി ഇപ്പോഴും അയാൾ അടിയുണ്ടാക്കും. നിനക്കറിയാവോ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിറ്റി പോലീസ് കമ്മീഷണറാണെന്ന്. യെസ്, കമ്മീഷണർ മുകുന്ദൻ മേനോൻ ഹിയർ. മുകുന്ദ, താനാ അയ്യപ്പൻ നായരുടെ മകന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്ക്. സാധുക്കളല്ലേ, പിഴച്ചു പോട്ടടോ. പിഴച്ചു പോയതാണ് സാർ പ്രശ്നം. അവൻ ക്രിമിനലാ. ഇപ്പൊ തന്നെ അവന്റെ പേരിൽ 4-5 കേസുണ്ട്. സാർ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. റിട്ടയർഡ് DGP, അവന്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ. അയാൾ ഫോൺ കട്ട് ചെയ്തു.
യൂസഫേ, താൻ നമ്മുടെ മട്ടാഞ്ചേരിയിലെ പിള്ളേരൊന്ന് വിളിപ്പിക്കേ. സർ. പബ്ലിക് റോഡിൽ അവനെ എവിടെ കണ്ടാലും കൈകാര്യം ചെയ്യാൻ പറ. ബാക്കി താൻ നോക്കിക്കോണം. യെസ് സർ. അവനെ ഞാൻ SI ആക്കാം. ചേടാ, ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിടികിട്ടാ പുള്ളിയിലൊന്ന് പോലീസ് ഡിക്ലെയർ ചെയ്തരാ. പുറത്താരെങ്കിലും കണ്ടോടോ? ഇല്ല സർ. താൻ പൊയ്ക്കോ സർ. ലോകൈക ഗുണ്ടകളാന്ന ഭാവം. എടാ കോപ്പയെ തലയെടുക്കാൻ പറഞ്ഞ തലയെടുക്കണം. ചുമ്മാ മാന്തിയിട്ട് വന്നിരിക്കുന്നു ഇഡിയറ്റ്സ്. എന്താ ഒരുത്തിനും മിണ്ടാത്തത്? കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാൻ ഭയങ്കര നാക്ക. കൈക്ക് 50, കാലിന് 100, തലയ്ക്ക് 1,00,000. ഒരു കൊട്ടേഷൻകാര്. എടാ, കാശ് മേടിച്ചാ പണി ചെയ്യണം. യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയായതുകൊണ്ട് അയാളോട് 3-4 പേരുണ്ടായിരുന്നു. നേതാവിന്റെ കൈയും കാലും വെട്ടുമ്പോ കൂടെ ഉള്ളവർ ചിതറി ഓടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്മാർ ചെറുത്തു വന്നു. പിന്നെ അവന്മാരെ വിരട്ടി ഓടിച്ചു വന്നപ്പോഴേക്കും പവർ കട്ട് മാറി കറണ്ടും വന്നു. കറണ്ട് വന്നതും പവർ കട്ടൊന്നും എനിക്കറിയണ്ട. പറഞ്ഞത് നടന്നിരിക്കണം. ആൾക്കാർ ഓടിക്കൂടി ഞങ്ങളെ തിരിച്ചറിഞ്ഞ സാറാണ് ജയിച്ചതെന്ന് പറയും. അത് പേടിച്ച ഉടനെ തന്നെ തലയെടുക്കണമെങ്കിൽ ആശുപത്രി കയറി വെട്ടിയേക്കാം. അതിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നില്ല. 1-2 വെട്ട് നെഞ്ചത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി മുഴുവിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെട്ടിക്കേറി കൊല്ലാൻ മാത്രം എന്ത് തെറ്റാ മനുഷ്യൻ ചെയ്തത്? സർ, ഈ കൊലപാതകം വേണ്ട, ചോദിക്കട്ടെ. സർ, അങ്ങയുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നടക്കുന്ന 6ാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത്. മന്ത്രി കൂടിയായ അങ്ങയ്ക്ക് ഇതിൽ ധാർമ്മിക ഉത്തരവാദിത്വമൊന്നുമില്ലേ? കുട്ടി പ്ലീസ്, ആദ്യം ഞാൻ അച്യുതന്റെ വൈഫിനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് സർ? നാടിനു വേണ്ടി ഭർത്താവ് ധീര രക്തസാക്ഷിയായതിൽ അഭിമാനിക്കുന്നു. അതോ അച്യുതനെ കൊന്നവരെ നമുക്ക് നാളെ തന്നെ തിരിച്ചു കൊല്ലാമെന്നോ? മൈൻഡ് യുവർ വേർഡ്സ്. ഹലോ, ഓവർ സ്മാർട്ട് ആകണ്ട. നിങ്ങൾ പത്രക്കാരും TV-കാരുമാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് വർഗീയ ലഹള വരെ ഉണ്ടാക്കുന്നത്. അത് പുതിയൊരു അറിവാണല്ലോ സർ. നീ ആരാടി? മദർ തെരേസയുടെ കൊച്ചുമോളോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ തിരുമൊഴി ഷൂട്ട് ചെയ്ത് ഞാൻ TV-യിൽ കാണിച്ചാലുണ്ടല്ലോ, ഹേമന്റെ തൊപ്പി ചിലപ്പോൾ തെറിച്ചു പോകും. കുട്ടി, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്റെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ നേതാവാണ് കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് എത്രയും പെട്ടെന്ന് ബോഡി വിട്ട് കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു വലിയ സഹായം തന്നെയാണ് സർ. ആട്ടെ, ഈ സിറ്റി പോലീസ് കമ്മീഷണർ മുകുന്ദൻ മേനോൻ സാറിന്റെ ചേട്ടനല്ലേ? അതെ. കമ്മീഷണറുടെ ഒത്താശയോടെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ഒരു ജനസംസാരം ഉണ്ടല്ലോ. കൊള്ളാം, വെരി ഗുഡ്. അപ്പൊ കമ്മീഷണർ മുകുന്ദന് ഗുണ്ടായുസം ഉണ്ടോന്ന് പത്രക്കാർക്ക് ചെറിയ സംശയം ഉണ്ടല്ലേ? ആ സംശയം അത്ര നിസ്സാരമായി കാണണ്ട. നമ്മളാണ് നേതാവ് അച്യുതനെ കൊല്ലിച്ചതെന്ന ന്യൂസ് എങ്ങാനും വെളിയിൽ വന്നാൽ മുഖ്യമന്ത്രി എന്റെ രാജി ആവശ്യപ്പെടും. അതോടെ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഒന്ന് പോവാൻ പറടാ. നിന്റെ മുഖ്യൻ എന്നാ കോപ്പറിയാം? ഒരു പുണ്യാളൻ. എടാ, ഇന്ന് ഗുണ്ടാപ്പടയും ഗ്രൂപ്പസും ഇല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ നിലനിൽക്കാൻ പറ്റില്ല. പിന്നെ ചത്ത നേതാവ് അച്യുതൻ നിന്റെ തന്നെ പാർട്ടിക്കാരൻ നേതാവല്ലായിരുന്നോ? അയാളെ നമ്മൾ കൊല്ലിച്ചെന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കൂ? ഒരിക്കലുമില്ല. നേതാവ് അച്യുതനെ ചാകാനായിരുന്നു വിധി. അല്ലെങ്കിൽ പിന്നെ കമ്പനി മാനേജ്മെന്റുമായി ഉണ്ടാക്കിയ ധാരണ പ്രതിപക്ഷ യൂണിയൻ പോലും അംഗീകരിച്ചിട്ടും അവനല്ലേ ദഹിക്കാഞ്ഞത്? എത്ര ലക്ഷം വരെ നമ്മൾ അവന് ഓഫർ ചെയ്തതാ. അപ്പൊ അവൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തൊഴിലാളികളെ വഞ്ചിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ എല്ലാ പത്രത്തിലും പരസ്യമായിട്ടങ്ങ് എഴുതുമെന്ന്. ഇനിയിപ്പോ അവൻ പരലോകത്തെ പത്രത്തിൽ പോരുന്ന് എഴുതട്ടെ. ആ കുർല കമ്പനിക്കാര് പറഞ്ഞ കാശ് കൃത്യമായി തന്നോ? കൃത്യമായിട്ട് കിട്ടി. രൂപ 2.5 കോടിയും കാറിന് ടിക്കലുണ്ട്. ആദ്യം 1 ലക്ഷം രൂപ മന്ത്രിയുടെ സംഭാവനയായിട്ട് മരിച്ച അച്ഛന്റെ ഫാമിലിക്ക് നൽകിയത്. കൊന്ന പാവം അപ്പോഴങ്ങ് തീരും. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ. ശരി സാർ. താൻ ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ആര് തടഞ്ഞാലും ഇന്ന് അങ്ങേ കാണണമെന്ന് കരുതി തന്നെ വന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി നരകയെ അതിനെ അനുഭവിക്കുന്നവനാ ഞാൻ. അർഹതയില്ലാത്ത ഒരു ചായ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടിക്കാതെ സത്യസന്ധമായി ഞാൻ ജോലി ചെയ്തു.
ആ എന്നെ അഴിമതിക്കാരെന്ന് മുദ്ര കുത്തി ഡിസ്മിസ് ചെയ്തപ്പോഴും തീരാത്ത പകയുമായി ആക്രമിച്ച് കയ്യും കാലും തല്ലിയൊടിച്ചപ്പോഴും ഞാൻ ആരെയും പഴിച്ചിട്ടില്ല. വിധിയെന്നോർത്ത് സമാധാനിച്ചു. എന്നോടുള്ള വൈരാഗ്യം തീർന്നിട്ടില്ലെങ്കിൽ ഇതാ ഇനിയും തീർത്തോളൂ. എന്റെ മകനെ വെറുതെ വിടുക. ഞാൻ ആ കാല് പിടിക്കാം. അവന്റെ ജീവിതം തകർക്കരുത്. കാല് പിടിച്ചില്ലെങ്കിലും അന്ന് ഞാനും തന്നോട് കെഞ്ചി എന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന്. ഓർക്കുന്നുണ്ടോ താൻ എന്താന്ന് പറഞ്ഞത്? കള്ളം പറയാൻ തനിക്ക് ആവില്ലെന്ന്. ഒന്നെ കഴിവറ മോനെ, ആ സ്പിരിറ്റ് കേസിൽ എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാ. എന്റെ കുടുംബത്തിന്റെ പ്രസ്റ്റീജാ. സസ്പെൻഷനും അറസ്റ്റും ജയിൽവാസവും. നിനക്കോ ഡിപ്പാർട്ട്മെന്റിൽ സത്യവാൻ അയ്യപ്പനായിരുന്ന ഷെവലിയാർ പട്ടം. ആ കേസില്ലായിരുന്നെങ്കിൽ ഇന്ന് DGP ആവണ്ടാണ് ഞാൻ. അന്ന് പിടിച്ച ലോറികളെല്ലാം സാറിന്റെ പേരിലായിരുന്നു വ്യക്തമായ തെളിവുണ്ടായിരുന്നു സർ. തെളിവുകൾ മിണ്ടരുത്. എല്ലാവരും എനിക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയപ്പോ നീ മാത്രം എനിക്കെതിരായി പറഞ്ഞു. അതിനെന്നെ പരമാവധി ശിക്ഷിച്ചില്ലേ? ഒരു നയാ പൈസ പെൻഷൻ കിട്ടാതെ കൂലി വേല ചെയ്ത പോലും കുടുംബത്തെ പോറ്റാനാവാതെ എന്നെ കൊല്ലാക്കൊല ചെയ്തില്ലേ? അതുപോലെ പോരാ, നിന്റെ കുടുംബം ഞാൻ കുടം തോണ്ടും. നിന്റെ മോനെ നിനക്ക് സബ് ഇൻസ്പെക്ടർ ആക്കണോ അല്ലേ? ആക്കാവടാ. അവനെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനലാക്കും ഞാൻ. ഇന്നും അങ്ങ് എന്റെ മേലധികാരിയായിട്ട് കാണുന്നവനാണ് ഞാൻ. എന്റെ അപേക്ഷ കേൾക്കണം. എന്റെ മോൻ സബ് ഇൻസ്പെക്ടർ ആകുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എന്നെ അനുവദിക്കണം. യൂസഫേ, ഇയാളെടുത്തിട്ട് പോ. Stupid. രാജു, നീ ആ പുറകിലത്തെ ഗേറ്റും തുറന്നിട്ടേ. ശരി കൊച്ചമ്മേ. വലിയ ആഫീസറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? മുന്നിലത്തെ ഗേറ്റിൽ കൂടി പോകാനുള്ള ധൈര്യമില്ല. നീ എന്നെ ചിരിച്ചു മയക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ വീട് പണി എന്ന് പറഞ്ഞ രൂപ എത്ര ലക്ഷം തന്നിരിക്കുന്നറിയോ? ഓ, അല്ലേലും എനിക്കറിയാം. ഞാൻ അന്യാണല്ലോ. ഇങ്ങനെ ആവശ്യം വരുമ്പോ മാത്രം നമ്മളെ അന്വേഷിച്ചാൽ മതിയല്ലോ. പിണങ്ങാതെ. നാളെ വൈകിട്ട് നീ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. മഴ വന്ന ഗേറ്റ് തുറന്നിട്ട്. നീ എന്തിനാ നനഞ്ഞത്? അതൊരു രസാ. അല്ല സാറേ, സാറിന്റെ കാറെന്താ അങ്ങ് ദൂരെ ഇട്ടിരിക്കുന്നത്? അടുത്തിടാൻ മനസ്സിലാഞ്ഞിട്ട്. എന്തൊരു മഴയല്ലേ. എന്നാ പിന്നെ നാളെ പോകും സാറേ. നീ പോടാ പൊടുന്നാനെ. പോര് കൊട എടുത്തിട്ട് വാ. ശരി. ആരാണത്? ഞാനാണ് സർ. നീയോ? നീ എന്തിനാ ഈ മഴയത്ത് ഇവിടെ നിൽക്കുന്നത്? കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. കുറച്ച് മഴ നനഞ്ഞാലും സാരമില്ല, സാറിനെ ഒന്ന് ഒറ്റയ്ക്ക് കാണണമെന്ന് കരുതി. ഈ രാത്രി ഇവിടെ വെച്ചാണ് ഒറ്റയ്ക്ക് കാണുന്നത്? കഴിവറ മോനെ, കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ താഴാൻ കഴിയില്ല സർ. അടികൊണ്ട് മൂക്കിന്ന് ചോര ഒലിപ്പിച്ചോണ്ട് വന്നിട്ടും എന്റെ അച്ഛൻ പറഞ്ഞ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കരുതെന്ന്. പാവം എന്റെ അച്ഛന്റെ അവസാനത്തെ ഒരു ആഗ്രഹമായിട്ടെങ്കിലും കരുതി എന്റെ വേരിഫിക്കേഷൻ പേപ്പർ ശരിയാക്കി തരണം. എടാ തെണ്ടി, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി, അയ്യപ്പനാരുടെ മോനെ ഞാൻ കാക്കി ഇടിക്കത്തില്ല. സർ, അള മുട്ടിയാ ചിലപ്പോ ചേരയും കടിക്കും. എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തണോ? എന്താ? അയ്യോ അല്ല സർ, ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാ. കോടീശ്വരന്മാരായ നിങ്ങൾക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ലല്ലോ. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടും അറിയില്ല. അതൊക്കെ ഒരുപാട് അനുഭവിച്ചതാ ഞാൻ. അതുകൊണ്ട് ന്യായമായിട്ട് എനിക്ക് കിട്ടേണ്ട ജോലി കിട്ടിയേ പറ്റൂ സർ. Come on. മോനെ കഴിവറ മോനെ, ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. നിന്റെ അമ്മയുടെ ഒരു ജോലി.
സിറ്റി പോലീസ് കമ്മീഷണറോട് നീ കളിക്കുന്ന ഓർക്കണം. ഇപ്പൊ ഞാനാ തന്റെ പോലീസ്. ഇവിടെ കിടന്ന് അലറിയിട്ട് ഒരു കാര്യമില്ലടോ. ഒരു പൂച്ചക്കാളും കേക്കില്ല. പട്ടി തുറക്കണം.